ദൈവത്തെ മറന്ന് മാതാപിതാക്കൾ കാണപ്പെടുന്ന ദൈവമാണ് മാതാപിതാക്കൾ. അത് പ്രസവിച്ച് വളർത്തിയെടുത്ത് പ്രായമാക്കി കല്യാണപ്രായമായി കഴിയുന്ന ഉടനെ അപ്പനും അമ്മയും വേണ്ട, കാണപ്പെടുന്ന ദൈവത്തെ മറന്നു കളഞ്ഞിട്ട് സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം താല്പര്യത്തിനും പോയി ജീവിച്ചാൽ കാണപ്പെടാത്ത ദൈവവും അംഗീകരിക്കത്തില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ ഇന്ന് പലരും വളരെ സമൂഹത്തിലല്ല ഭക്തന്മാരെന്ന് തോന്നിക്കുന്നവർ പോലും അവർക്ക് അവരുടെ ഒരു സ്വന്തമായ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അവരുടെ ഒരു സ്വന്തമായ ചിന്താഗതിയുണ്ട്. നമ്മളിപ്പോൾ പാപം ചെയ്തു, അത് ദൈവത്തോട് ഏറ്റു പറഞ്ഞു, ദൈവം ക്ഷമിച്ചു. വീണ്ടും പാപം ചെയ്തു, ദൈവത്തോട് ഏറ്റു പറഞ്ഞു, ക്ഷമിച്ചു. അങ്ങനെ ദിവസവും പാപം ചെയ്യുക, ദിവസവും ഏറ്റു പറയുക, അങ്ങനെ ഒരു ക്ഷമ ദൈവം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുമോ? അല്ലെങ്കിൽ ഒരിക്കലായിട്ട് പാപം ചെയ്തു, എന്നേക്കുമായിട്ട് അത് ക്ഷമിച്ചു, പിന്നീട് ആ പാപം ആവർത്തിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ വീണ്ടും ആ പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവം ക്ഷമിക്കുമോ? ആ കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ നിലപാട് ഏത് രീതിയിലാണ്? മക്കളായതിനു ശേഷം ബലഹീനതകൾ വരാം, അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യാം, വീണ്ടും വീണ്ടും പഴയതിനെ ആവർത്തിക്കാം. കള്ളു കുടിച്ച വ്യക്തിയാണെങ്കിൽ ദൈവഭാഗത്ത് വന്നതിന് ശേഷം വിവാഹജീവിതം ചെയ്തതിനു ശേഷം ആരും അറിയാതെ തുടർന്നു വരാം. പിന്നെ യാദൃച്ഛമായി കൂട്ടുകാർ കൂടിയോ ബലാത്കാരം ചെയ്തോ എങ്ങനെയാണ് മറ്റു കുടിപ്പിച്ചെന്ന് വരാം. പിന്നെ അതുപോലെ ഓരോ വിഷയങ്ങളും ചില സാഹചര്യത്തിൽ അകപ്പെട്ടു പോയി, അതൊരിക്കലായിട്ട് ദൈവം ക്ഷമിക്കും. അത് അങ്ങനെ അകപ്പെട്ടു പോയത് അത് ക്ഷമിക്കൂല. അത് ഏറ്റു പറഞ്ഞ് കുറ്റമാണെന്ന് ബോധ്യം വന്ന് ദൈവത്തോട് അനുദപിച്ച് ഏറ്റു പറഞ്ഞെങ്കിലേ ക്ഷമിക്കൂ. പിന്നെ അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയെ ക്ഷമിക്കത്തില്ല. ഇല്ല, മനുഷ്യരാണെ പോലും ക്ഷമിക്കാൻ തീർച്ചയായിട്ടും ദൈവം അത്. ഇന്ന് ചിലർ പറയും, കർത്താവ് പറഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് 7-70 വട്ടം ക്ഷമിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് എല്ലാം ദൈവം ക്ഷമിച്ചോളൂ എന്ന് പറയുന്നു. അതെന്തിനായ പറഞ്ഞെന്നുള്ളത് ആ വേദഭാഗം വായിച്ചു നോക്കണം. അതിനൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അങ്ങനെ 70 വർഷം. അതെ അതെ, എത്ര വട്ടം ക്ഷമിക്കണമെന്ന് ചോദിച്ചതിന്റെ മറുപടിയാ പറഞ്ഞത്, അല്ലാതെ ഒരു കഠിന പാപം ചെയ്തതിന്റെ അല്ല കർത്താവിനോട് ചോദിച്ചത്. ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ദൈവവചന അടിസ്ഥാനത്തിൽ പണിയാത്ത ഭവനങ്ങൾ എല്ലാം തന്നെ അത് ദൈവവചനത്തിൽ പറയുന്നതുകൊണ്ട് ബുദ്ധിമാൻ വീട് പണിതു, ബുദ്ധിഹീനനും വീട് പണിതു, ഒരുത്തൻ പാറമേൽ പണിതു, ഒരുത്തനത് കടൽക്കാരിലെ മണ്ണുകൊണ്ട്, അങ്ങനെ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ നിർമ്മിച്ച വീടിന് തുല്യമായിരിക്കും. ദൈവവചനത്തിൽ അടിസ്ഥാനമാകാത്ത കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ശിഥിലമാകുന്ന ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, ഇതിന് രണ്ടിനിടയ്ക്കൊരു പരിപാടിയില്ല എന്നതുപോലെ തന്നെ ഒന്നീ ദൈവത്തിന്റെ ഭവനം അല്ലെങ്കിൽ സാത്താന്റെ ഭവനം. ദൈവഭവനത്തിൽ അല്ലെങ്കിൽ സാത്താന്റെ ഭവനമാണ് സാത്താനാ വാഴുന്നത്. അതിന് പിന്നെ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും വിവരിക്കേണ്ട കാര്യങ്ങളില്ല. ദൈവമുള്ളവർ ദൈവഭയത്തിലും ദൈവിക വചനത്തിലും ദൈവിക മര്യാദയിലും ജീവിക്കും, അല്ലാത്തവർ ബോധിച്ചവർ ജീവിക്കും. സാത്താൻ അവരെ ഭജിക്കുന്നത്. അതിൽ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം തന്നെ ഒരു ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതം ആരംഭിക്കുന്നത് തന്നെ വചന അടിസ്ഥാനത്തിൽ സഭയിലെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ വിവാഹിതരാകുമ്പോൾ മാതാപിതാക്കളുടെ അനുമതിയോടുകൂടി അവരുടെ ഇഷ്ടപ്രകാരവും കുഞ്ഞുങ്ങളുടെ ഇഷ്ടപ്രകാരവും സഭയുടെ അവരായിരിക്കുന്ന സഭയുടെ സമ്മതത്തോടു കൂടെ അങ്ങനെ ഒരു കുടുംബജീവിതമാണെങ്കിൽ അത് കർത്താവിനാൽ പണിയപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബജീവിതമായിട്ട് നമുക്ക് അംഗീകരിക്കാം. അവരൊരിക്കലും ക്ഷീണിച്ചു പോവുകയില്ല. അടിസ്ഥാനം ശരിയാണെങ്കിൽ കുലുങ്ങിപ്പോവുകയില്ല. പാറമേൽ പണിതതുപോലെ നല്ല അടിസ്ഥാനത്തിൽ കുടുംബജീവിതം കെട്ടിപ്പടുത്തെങ്കിൽ അവരുടെ കുടുംബജീവിതം തകർന്നു പോകത്തില്ല. നാം ഇത്രയും നേരം ഈ പുസ്തകത്തെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ, ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ ഇതിൽ നിന്ന് പ്രതിപാദിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. വളരെയധികം കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കോപ്പികൾ വേണമെന്ന് ആവശ്യമുള്ളവർ ഉമ്മൻ ജോർജ് 5489 @gmail.com ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സോ അയച്ചു കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഉണ്ട് ഇവിടെ, 281-403-2718 അദ്ദേഹത്തിൻ്റെ റെസിഡൻസ് നമ്പറാണ്. അതുപോലെ പാസ്റ്ററിൻ്റെ സെൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 832-274-2537. വൺസ് അഗെയിൻ 832-274-2537. ഹോം അഡ്രസ് പാസ്റ്റർ ഉമ്മൻ ജോർജ്, 502 Oakdale Drive, Stafford, Texas 775
477. ഈ അഡ്രസ്സിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലാസം കൊടുത്തു കഴിഞ്ഞാലോ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാലോ ഇതിൽ കൂടുതലായിട്ടുള്ള പ്രതികൾ ആവശ്യമുള്ളവർ അറിയിച്ചാൽ അയച്ചു കൊടുക്കുന്നതായിരിക്കും. വളരെ കുറച്ച് കോപ്പികൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എങ്കിലും ആവശ്യമുള്ളവർക്കെല്ലാം തന്നെ ഈ കോപ്പികൾ എത്തിച്ചു കൊടുക്കുന്നതിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇതിനോടകം തന്നെ ഈ പുസ്തകം ദൈവകൃപയാൽ കഴിഞ്ഞ ആഴ്ച പ്രകാശനം ചെയ്യുവാനിടയായി. അത് പ്രകാശനം ചെയ്ത ഉടനെ തന്നെ വളരെയധികം കോപ്പികൾ പലരും ആവശ്യപ്പെട്ടു, പലർക്ക് അയച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതും ഈ അവസരത്തിൽ എടുത്തു പറയുകയാണ്. ഇദ്ദേഹത്തെ ധാരാളമായിട്ട് ദൈവദാസനെ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ കുത്തിയിരുന്ന് മെനക്കെട്ട് എഴുതി മറ്റ് എങ്ങനെയെങ്കിലും ഒരു ആത്മാവ് ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു ഉത്സാഹത്തോടും ആ ദർശനത്തോടും കൂടി ചെയ്യുന്ന ഈ പ്രവൃത്തിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ അഭിവൃദ്ധി ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഇൻ്റർവ്യൂ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. പ്രേക്ഷകരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾ കേൾക്കുന്നവരും ഈ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ വായിച്ച് വാങ്ങിക്കുകയും ഇത് മറ്റുള്ളവർക്ക് അത് വായിച്ച് അവരുടെ ജീവിതം കൂടി ദൈവരാജ്യത്തിന് അല്ലെ ക്രിസ്തീയമായ അടിസ്ഥാനത്തിൽ ആ കുടുംബജീവിതം കെട്ടിപ്പടുക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ ജീവിതം ധന്യമാവുകയും അതുപോലെ തന്നെ നിത്യതയിൽ നമുക്ക് ഒരവകാശവും പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് ഈ ഇൻ്റർവ്യൂ അവസാനിക്കുന്നു. നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ അവസരം ഉണ്ടാക്കി തന്ന പ്രിയ ജോൺ ഐസക് അവരുടെയും കുടുംബത്തെയും ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അവരുടെ എല്ലാ മിനിസ്ട്രികളിലും ദൈവസാന്നിധ്യം കൂടെ ഇരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ അവസരം ഒരുക്കി എനിക്ക് വേണ്ടി സമയം വേർതിരിച്ചത് ഞാൻ വളരെയധികം നന്ദിയോടെ ഓർക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.